നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് ഭാവി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിരുന്നു വികസന സദസ്സ് നടത്തിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡ് അയൽക്കൂട്ട സംഗമം പടിഞ്ഞാട്ടുമുറിയിൽ നടന്നു. 19 അയൽക്കൂട്ടങ്ങളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. ഷാഫി പറമ്പിൽ MP-യെ പോലീസ് മർദ്ദിച്ചതിനെതിരെ പെരിഞ്ചേരിയിൽ കോൺഗ്രസിന്റെ പന്തം കൊളുത്തി പ്രകടനം. അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. പാറളം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് ഭാവി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിരുന്നു വികസന സദസ്സ് നടത്തിയത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. 30-40% പദ്ധതി വിഹിതത്തിന്റെ സ്റ്റേറ്റിന്റെ സംസ്ഥാനത്തിന്റെ പദ്ധതി വിഹിതത്തിന്റെ 30-40% പഞ്ചായത്തുകൾക്ക് കൊടുക്കുകയാണ്. നേരിട്ട് സംസ്ഥാന സർക്കാർ ചെയ്ത പദ്ധതികളൊക്കെ നടപ്പാക്കാനായിട്ട് പഞ്ചായത്തുകളുടെ ജനകീയ കമ്മിറ്റിക്ക് കൊടുക്കാൻ രീതിയിലേക്ക് വരുമ്പോൾ ധാരാളം വിമർശനങ്ങൾ ഉണ്ടായിട്ട് ആ സമയത്ത് ഒരു പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ആ സമയത്ത് ഒരു ജനകീയാസൂത്രണ പ്രവർത്തനങ്ങളിൽ ധാരാളം വിമർശനങ്ങളേറ്റ സന്ദർഭങ്ങളാണ് കടന്നു പോയിട്ടുള്ളത്. ഇത്രയധികം പൈസ എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്യുക? ഒരു മുന്നറിവും കൂടാതെ, യാതൊരു മുന്നറിവും പഞ്ചായത്ത് ഭരണസമിതിക്കോ പഞ്ചായത്തിലെ പ്രതിനിധികൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുപ്രവർത്തകർക്കോ ഇല്ല. ഒരു മുന്നറിവ് എന്താ പറയുന്നത് അറിവും കൂടാതെ എങ്ങനെയാണ് ഇത്രയേറെ പണം നമുക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയുക പഞ്ചായത്തുകൾക്ക് എന്ന് പറഞ്ഞ വലിയ ആശങ്കകൾ ആ സമയത്ത്, വലിയ ആരോപണങ്ങൾ ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചു. നമ്മൾ 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ നമ്മളോട് നിൽക്കുന്നത്. 20 വർഷം അതിനേക്കാൾ കൂടുതൽ വർഷങ്ങളാണ് ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്. പക്ഷെ നമ്മുടെ പഞ്ചായത്തുകൾ വലിയ മികവ് പുലർത്തിയിട്ടാണ് മുന്നോട്ട് പോയത്. ആ മികവിന്റെ ഗുണഫലങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുകയാണ്, ഇവിടുത്തെ പൊതുസമൂഹം അനുഭവിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് മികവ്, നമ്മൾ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ശക്തി സ്രോതസ്സായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയുന്നത്. സംസ്ഥാന സർക്കാർ ആ രീതിയിൽ തന്നെ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വ്യത്യസ്ത സ്ഥാപനങ്ങളെ മുഴുവൻ പഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും വിട്ടുകൊടുക്കുകയാണ്. ഈ സ്ഥാപനങ്ങൾ നിങ്ങൾ നടത്തേണ്ട ആൾക്കാരാണെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുകയാണ്. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷയായി. പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹമായിരുന്നു നല്ല ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പഞ്ചായത്ത് ഓഫീസ്. അത് ഞങ്ങൾക്ക് അതിന് തുടക്കം കുറിക്കാൻ ഞങ്ങളുടെ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചേർപ്പ് ബ്ലോക്കിലെ തന്നെ ശീതീകരിച്ച അംഗനവാടി നമ്മുടെ പഞ്ചായത്തിലാണ്. അത് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ 23 അംഗനവാടികളിൽ സ്വന്തമായ കെട്ടിടം എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള നമ്മുടെ അമ്മാടം GLPS കെട്ടിടം, സ്കൂൾ കെട്ടിടം ഇപ്പൊ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. 2020 മുതൽ 2025 വരെ പഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ വികസന സദസ്സിൽ അവതരിപ്പിച്ചു. 3.5 കോടി രൂപ വിനിയോഗിച്ച് പാറളം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മാണം ആരംഭിച്ചു. ഗവൺമെന്റ് LP സ്കൂളിൽ 1.3 കോടി രൂപയുടെ 7 ക്ലാസ് മുറികൾ അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച് ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ്. സംസ്ഥാനത്ത് ആദ്യ സമ്പൂർണ്ണ തെരുവ് വിളക്ക് പൂർത്തീകരണ പഞ്ചായത്തിനുള്ള ബഹുമതിയും പാറളം ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഒരു തവണ ദേശീയ അംഗീകാരമായ NQS-ഉം 2 തവണ സർക്കാരിന്റെ ആർദ്ര കേരള പുരസ്കാരവും നേടാനായി. 5 വർഷക്കാലത്തെ ഭാവനാപൂർണ്ണമായ ഭരണസമിതിയുടെ ഇടപെടലാണ് ഇതിന് അർഹമാക്കിയത്. പഞ്ചായത്ത് വികസന രേഖ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ നൽകി പ്രകാശനം ചെയ്തു. ജില്ലാ വികസന സദസ്സ് റിസോഴ്സ് പേഴ്സൺ നൈന K സുകുമാരൻ ആമുഖാവതരണം നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ VG വനജകുമാരി,
മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ, സെക്രട്ടറി വി.എസ്. രേഖ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ. പ്രമോദ്, വിദ്യാനന്ദനൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അനിത മണി, റോസലി ജോയ്, പഞ്ചായത്ത് മെമ്പർമാരായ സി.ബി. സുരേഷ്, സ്മിനു മുകേഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി.ജി. വിനയൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ രജനി ഹരിഹരൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡ് അയൽക്കൂട്ട സംഗമം പടിഞ്ഞാട്ടുമുറിയിൽ നടന്നു. 19 അയൽക്കൂട്ടങ്ങളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പടിഞ്ഞാറ്റുമുറിയിൽ നടന്ന അയൽക്കൂട്ട സംഗമം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി രൂപീകരിക്കലുണ്ടാവാറുള്ളൂ, അങ്ങനെ ജീവപ്പെടാറില്ല, അപ്പം തന്നെ ചത്തുപോകും. അതല്ല, 19 അയൽക്കൂട്ടങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ചില പ്രവർത്തന രംഗത്ത് നമ്മൾ കേന്ദ്രീകരിക്കുന്നുണ്ട്. ആ കേന്ദ്രീകരിക്കുന്ന മുഖ്യ പങ്ക് വഹിക്കുന്നത് നിലവിലെ ഈ പറയുന്ന കുടുംബശ്രീ വരുന്ന മുമ്പ് അതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് വാർഡ് മെമ്പർമാരാണ്. അപ്പോൾ വാർഡ് മെമ്പർമാർക്ക് ഒരു സഹായമായ നിലപാടാണ് നമ്മുടെ അയൽക്കൂട്ടം. അധികം പണിയെടുക്കേണ്ട വാർഡ് മെമ്പർമാർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ, അല്ലെങ്കിൽ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്തെ അയൽക്കൂട്ടം എൻ്റെ പ്രധാനപ്പെട്ടവരോടെ വിളിച്ച് പറഞ്ഞ് നമ്മുടെ പ്രവർത്തനം കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അതിനുള്ളിലൂടെ ചെറിയ മത്സരബുദ്ധികൾ ഉണ്ടാവാറുണ്ട്. അയൽക്കൂട്ടം കേന്ദ്രീകരിച്ച് കുടുംബശ്രീകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ ഇപ്പോൾ തന്നെ ഇതിൻ്റെ ചുമതല വഹിക്കുന്ന അതിൻ്റെ ചുമതലയുള്ളവരോട് ചോദിച്ചു, ഏതാണ് ആദ്യം രൂപീകരിക്കുക, CDS ആണോ ADS ആണോ? അപ്പോൾ എനിക്ക് അതിൻ്റെ മറുപടി കിട്ടി, എന്താകട്ടെ CDS ADS ഒക്കെ ആകട്ടെ, നമ്മുടെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകാനുള്ള ആവശ്യമായ നടപടിക്രമം ഉണ്ടാകണം. 17ാം വാർഡ് മെമ്പർ സുനിത ജിനു അധ്യക്ഷയായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവള്ളി ബാബു എന്നിവർ മുഖ്യാതിഥികളായി. ചേർപ്പ് പഞ്ചായത്ത് ADS സെക്രട്ടറി അഖില സനീഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. 18ാം വാർഡ് മെമ്പർ നസീജ മുത്തലിഫ്, 17ാം വാർഡ് ADS പ്രസിഡന്റ് ബിന്ദു ആന്റോ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കയ്പമംഗലം SB മാപ്പിള കലാവേദിയുടെ ദഫ്മുട്ട് അരങ്ങേറി. ദഫ്മുട്ടിന് ശേഷം മേക്കാവിലമ്മ ചേർപ്പ്, ശിവദം ആറാട്ടുപുഴ, സ്വസ്തിക വീരനാട്യം, മുത്തുള്ളിയാൽ എന്നിവയുടെ വീരനാട്യവും അരങ്ങേറി. ഷാഫി പറമ്പിൽ MP-യെ പോലീസ് മർദ്ദിച്ചതിനെതിരെ പെരിഞ്ചേരിയിൽ കോൺഗ്രസിന്റെ പന്തം കൊളുത്തി പ്രകടനം. അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. പെരിഞ്ചേരി പാറ സ്കൂൾ പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ 100ഓളം പ്രവർത്തകർ പങ്കെടുത്തു. പന്തം കൊളുത്തി പ്രകടനം പിന്നീട് പാലക്കൽ മാർക്കറ്റ് പരിസരത്ത് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷനായി. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KP അനൂപ്, VI ജോൺസൺ, MB അനീഷ്, KR ശ്രീനിവാസൻ, പഞ്ചായത്ത് അംഗം NB ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയിലെ ആദ്യ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. വെള്ളാട്ടുപറമ്പിൽ കുട്ടന്റെ വസതിയിലാണ് ആദ്യ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നടന്ന സദസ്സ് തൃശൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ലില്ലി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നവോത്ഥാനത്തിലൂടെ നവകേരളം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടന്നു. വർത്തമാനകാലത്ത് വായനശാലയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ അധ്യാപകൻ ശിവനും വായനാ വസന്തം എന്ന പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സെക്രട്ടറി ജയാനന്ദൻ കുന്നത്തും ക്ലാസ് എടുത്തു. ജോയിന്റ് സെക്രട്ടറി PB സുധീർ അധ്യക്ഷനായി. VS കുട്ടൻ, വൈസ് പ്രസിഡന്റ് VP ധനലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഒല്ലൂർ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ പൊതുവാഹന വെഞ്ചരിപ്പ് നടത്തി. വിശുദ്ധ റഫയേൽ മാലാഖയുടെ തിരുനാളിന്റെ ഭാഗമായാണ് വാഹന വെഞ്ചരിപ്പ് നടന്നത്. ഇടവക വികാരി ഫാദർ വോഗീസ് കുത്തൂർ, ഫാദർ എഡ്വിൻ ഐനിക്കൽ, ഫാദർ തേജസ് കുന്നപ്പിള്ളിൽ, ഫാദർ ജിയോ, ഫാദർ പ്രകാശ്, ഫാദർ ലിൻസ് എന്നിവർ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. കൈക്കാരന്മാരായ ഷോണി അക്കര, ഷാജു പടിക്കല, ജോഫി ചിറമൽ, ജെയ്സൺ പ്ലാക്കൽ, വോളണ്ടിയർ ക്യാപ്റ്റൻ ജോബി ചെറുവത്തൂർ, PRO ജസ്റ്റിൻ പെരൂട്ടി എന്നിവർ നേതൃത്വം നൽകി. അമേരിക്കയിലെ പിറ്റ്സ്ബർഗിലുള്ള കാർണേഗി മെല്ലൺ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് സ്വന്തമാക്കി നാട്ടിക സ്വദേശിനി അഭിരാമി ഹരിലാലാണ് ഫിസിക്സിൽ PhD ബിരുദം നേടിയത്. നാട്ടിക PB ഹരിലാൽ, ഡോക്ടർ സുരജ ദമ്പതികളുടെ മകളാണ് അഭിരാമി. കണിക ഭൗതികശാസ്ത്ര മേഖലയിലാണ് അഭിരാമിയുടെ ഗവേഷണം. യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് എന്ന സ്വിറ്റ്സർലൻഡിലെ ഗവേഷണ കേന്ദ്രത്തിലുള്ള ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന ഭീമൻ കണികാ പരീക്ഷണ ഉപകരണമായ CMS ഡിറ്റക്ടറിൽ നടത്തിയ ഗവേഷണമാണ് പ്രബന്ധത്തിന്റെ ആധാരം. പ്രപഞ്ചത്തിലെ എല്ലാ മൗലിക കണങ്ങൾക്കും പിണ്ഡം നൽകുന്ന ഹിഗ്സ് ബോസോൺ എന്ന അടിസ്ഥാന കണികയുടെ അപൂർവ വിഘടനങ്ങളെയാണ് ഈ ഗവേഷണത്തിൽ അന്വേഷണ വിഷയമാക്കിയിരിക്കുന്നത്. ബ്രഹ്മാണ്ഡത്തിലെ അസ്പഷ്ടമായ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ വഴിയൊരുക്കുന്ന ഈ പഠനത്തിൽ മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചായിരുന്നു ഡാറ്റ വിശകലനം.
സൊസൈറ്റി ഓഫ് വിൻസെന്റ് പോൾ പഴുവിൽ ഏരിയ കൗൺസിലിന്റെ 57ാം വാർഷികവും കുടുംബസംഗമവും നടന്നു. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജൂബിലേറിയന്മാരെ ആദരിക്കലും അദ്ദേഹം നിർവഹിച്ചു. സൊസൈറ്റി ഓഫ് സെയിന്റ് വിൻസെന്റ് ഡി പോൾ തൃശൂർ സെൻട്രൽ കൗൺസിൽ പ്രസിഡന്റ് ജോസ് ജെ മഞ്ഞളി അധ്യക്ഷനായി. പഴുവിൽ ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഏരിയ കൗൺസിൽ വൈസ് പ്രസിഡന്റ് ടി ജെ റോബാർജ് പ്രതിജ്ഞ പുതുക്കി. ഏരിയ കൗൺസിൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ കെ ആന്റണി റിപ്പോർട്ടും ട്രഷറർ കെ എൽ ആന്റണി കണക്കും അവതരിപ്പിച്ചു. ചികിത്സാ സഹായമായ കാരുണ്യസ്പർശം വിതരണം സെൻട്രൽ കൗൺസിൽ ട്രഷറർ സി കെ വിൻസെന്റ് നിർവഹിച്ചു. പഴുവിൽ സെയിന്റ് ആന്റണീസ് കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ജസ്റ്റി ചാലക്കൽ, പഴുവിൽ ഏരിയ കൗൺസിൽ പ്രസിഡന്റ് ടി പി വോഗീസ്, നടത്തുകൈക്കാരൻ മാത്യു ഇരുമ്പൻ, സെൻട്രൽ കൗൺസിൽ പ്രൊജക്ട് ഓഫീസർ കെ ആർ പിയൂസ്, മുൻ ഏരിയ കൗൺസിൽ പ്രസിഡന്റ് കെ പി ആന്റണി, സെൻട്രൽ കൗൺസിൽ ട്രഷറർ സി കെ വിൻസെന്റ്, ദേവസി വി എലുവത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. ഏരിയ കൗൺസിൽ വനിതാ പ്രതിനിധി ഷൈനി ജോജു, പഴുവിൽ വനിതാ കോൺഫറൻസ് പ്രസിഡന്റ് സിഷ ഫ്രാൻസിസ്, ക്വിസ് അനുബന്ധ മത്സരങ്ങളുടെ കൺവീനർ സോജി ഫ്രാൻസിസ് എന്നിവർ വിവിധ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. സൊസൈറ്റി ഓഫ് സെയിന്റ് വിൻസെന്റ് ഡി പോൾ പഴുവിൽ ഏരിയ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് നടത്താറുള്ളത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ തൃശൂർ അമല ആശുപത്രിയിലേക്ക് സൗജന്യ ഡയാലിസിസ് മെഷീൻ നൽകിയിരുന്നു. പഴുവിൽ ഫൊറോന പള്ളിക്ക് കീഴിൽ ജാതി മതഭേദമന്യേ 45 രോഗികൾക്കാണ് സൗജന്യമായി ഡയാലിസിസും ചികിത്സാ സഹായവും നൽകുന്നത്. പ്ലാറ്റിനം പദ്ധതിയുടെ ഭാഗമായി തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ നിർധനരായവർക്ക് നൽകാനുള്ള 75 വീടുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ പ്രൊഫഷണൽ നാടകോത്സവം ഈ മാസം 20 മുതൽ 29 വരെ സംഘടിപ്പിക്കും. ക്യാൻസർ, കിഡ്നി രോഗികൾക്ക് ഭക്ഷണവും പോഷകാഹാരവും നൽകുകയാണ് നാടകോത്സവത്തിന്റെ ലക്ഷ്യം. കഴിഞ്ഞ 15 വർഷമായി പ്രൊഫഷണൽ നാടകോത്സവത്തിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പണം കണ്ടെത്തുകയാണ് പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി. വിവിധ മേഖലയിലുള്ള 100ഓളം പേരുടെ കൂട്ടായ്മയാണ് കാരുണ്യ. ഈ മാസം 20 മുതൽ 29 വരെ പഴുവിൽ JP സംഗമം ഓഡിറ്റോറിയത്തിലാണ് നാടകോത്സവം നടക്കുക. ഇത്തവണ നാടകോത്സവത്തോടനുബന്ധിച്ച് പത്മശ്രീ ഡോക്ടർ കുര്യൻ മേളാമ്പറമ്പിലിന് കാരുണ്യയുടെ മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം സമ്മാനിക്കും. നാടകാസ്വാദനത്തിന്റെ വേറിട്ട തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന 10 നാടകങ്ങളാണ് ഇത്തവണ അരങ്ങിലെത്തുക. പ്രൊഫഷണൽ നാടകങ്ങൾ പ്രദേശവാസികൾക്ക് വർഷം തോറും ആസ്വദിക്കാനുള്ള അവസരമാണ് കാരുണ്യ ഒരുക്കുന്നത്. നാടകോത്സവത്തിലൂടെ ലഭിക്കുന്ന പണം രോഗികളുടെ വിശപ്പ് അകറ്റുവാനാണ് കാരുണ്യ എന്ന ജീവകാരുണ്യ സംഘടന ശ്രമിക്കുന്നത്. ക്യാൻസർ, കിഡ്നി രോഗികൾക്ക് ഭക്ഷണവും പോഷകാഹാരവും ഇതിന്റെ ഭാഗമായി എത്തിച്ചു നൽകുമെന്ന് കാരുണ്യ പ്രസിഡന്റ് സജിത്ത് പാണ്ടാരിക്കൽ പറഞ്ഞു. ദിവസവും രാത്രി 7 മണിക്ക് പഴുവിൽ JP സംഗമം ഹാളിലാണ് നാടകങ്ങൾ അരങ്ങേറുക. ഈ മാസം 20-ന് കായംകുളം പീപ്പിൾ തിയേറ്റേഴ്സിന്റെ അങ്ങാടി കുരുവികൾ, 21-ന് അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു വയസ്സ് 84, 22-ന് കാഞ്ഞിരപ്പള്ളി അമലയുടെ ഒറ്റ, 23-ന് വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറഞ്ഞിരുന്നൊരാൾ, 24-ന് പത്തനാപുരം ഗാന്ധിഭവന്റെ ഗാന്ധി, 25-ന് തൃശൂർ സദ്ഗമയുടെ സൈറൺ, 26-ന് കൊച്ചിൻ ഇമ കമ്മ്യൂണിക്കേഷന്റെ മെഗാ ഷോ, 27-ന് തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി, 28-ന് തിരുവനന്തപുരം അജന്തയുടെ വംശം, 29-ന് ഗുരുവായൂർ ഗാന്ധാരിയുടെ മഗധ എന്നിവ അരങ്ങേറും. ജീവകാരുണ്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് പത്മശ്രീ ഡോക്ടർ കുര്യൻ മേളാമ്പറമ്പിലിന് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം നൽകുന്നത്. കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പ് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഈ പ്രദേശത്തുള്ള 100ഓളം പേർ ചേർന്നാണ് കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിക്കുന്നത്. ഇന്നതിൻ്റെ 15ാമത്തെ വർഷമാണ്. ജനഹൃദയങ്ങളിലേക്ക് ഏറ്റവും അടുത്ത് എത്തിക്കാനുള്ള പ്രൊഫഷണൽ നാടകങ്ങൾ കഴിഞ്ഞ 15 വർഷമായും 10 നാടകങ്ങൾ വെച്ച് സംഘടിപ്പിച്ച് അതിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് ജില്ലയിലെ ക്യാൻസർ, കിഡ്നി രോഗികൾക്ക് പ്രധാനമായും ഭക്ഷണവും പോഷകാഹാരങ്ങളും നൽകി വരുന്ന ഒരു സംഘടനയാണ്. ചാഴൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നത്. ഇത്തരം പ്രൊഫഷണൽ നാടകങ്ങൾ സ്പോൺസർ ചെയ്ത് ഞങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംരംഭകരിലൂടെയാണ്. ഈ വർഷം ഞങ്ങളുടെ 15ാമത്തെ വാർഷികത്തിനോടനുബന്ധിച്ച് കാരുണ്യ മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം നൽകുന്നത് രാജ്യം 4 തവണ ആദരിക്കപ്പെട്ട പത്മശ്രീ ഡോക്ടർ ജേക്കബ് കുര്യൻ മേളാമ്പറമ്പിൽ അവർക്കാണ്. പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ ഭാഗമായുള്ള മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം പ്രഖ്യാപിച്ചു.
പത്മശ്രീ ഡോക്ടർ കുര്യൻ മേളാംപറമ്പലിനെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ മുൻ MLA പ്രൊഫസർ KU അരുണൻ, സജിത് ഭണ്ഡാരിക്കൽ, EP സൈമൺ, EVN പ്രേംദാസ് എന്നിവർ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മേളം ഗ്രൂപ്പ് ചാരിറ്റി സ്ഥാപകനാണ് പത്മശ്രീ ഡോക്ടർ കുര്യൻ മേളാംപറമ്പിൽ. ഈ മാസം 26-ന് ഞായറാഴ്ച പഴുവിൽ JP സംഗമം ഹാളിൽ നടക്കുന്ന കാരുണ്യോത്സവം സാംസ്കാരിക പരിപാടിയിൽ പുരസ്കാര സമർപ്പണം നടത്തും. അന്നേ ദിവസം വൈകിട്ട് 3 മണിക്ക് പഴുവിൽ മിഷൻ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടക്കും. ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശയാത്രയിൽ അണിനിരക്കും. പഴുവിൽ സെയിന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂരിന് ഫ്ളാഗ് കൈമാറി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V സുഭാഷ് സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പഴുവിൽ JP സംഗമം ഹാളിൽ നടക്കുന്ന സാംസ്കാരികോത്സവത്തിന് സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് ഹരിഗോവിന്ദൻ അരങ്ങുണർത്തും. മുൻ ഹൈക്കോടതി ജസ്റ്റിസ് B കമാൽ പാഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സൊസൈറ്റി രക്ഷാധികാരി കൂടിയായ മുൻ മന്ത്രി VS സുനിൽകുമാർ അധ്യക്ഷനാകും. കാരുണ്യ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലനും കാരുണ്യ ഭവന്റെ തറക്കല്ലിടൽ റിപ്പോർട്ടർ ചാനൽ മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിനും നിർവഹിക്കും. കാരുണ്യ മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം പത്തനാപുരം ഗാന്ധി ഭവൻ ചെയർമാൻ ഡോക്ടർ പുനലൂർ സോമരാജ് പത്മശ്രീ ഡോക്ടർ കുര്യൻ മേളാംപറമ്പിലിന് സമ്മാനിക്കും. തുടർന്ന് വിവിധ കലാസാംസ്കാരിക പരിപാടിയും കൊച്ചിൻ ഇമ കമ്മ്യൂണിക്കേഷന്റെ മെഗാ ഷോയും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സമ്മേളനം ജസ്റ്റിസ് കമാൽ പാഷ, മുൻ റിട്ടയർഡ് ജസ്റ്റിസ് B കമാൽ പാഷ ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ അരങ്ങ് നമ്മൾ ഒരു പ്രാധാന്യത്തിന് വേണ്ടി അരങ്ങ് ഉണർത്തുന്നത് ഞെരളത്ത് ഹരിഗോവിന്ദൻ ആണ്. അതോടൊപ്പം തന്നെ അന്നത്തെ ഇദ്ദേഹത്തിനുള്ള പുരസ്കാരം നൽകുന്നത് കൊല്ലം പത്തനാപുരം ഗാന്ധി ഭവന്റെ ചെയർമാൻ ഡോക്ടർ പുനലൂർ സോമരാജ് അവരുകളാണ്. കാരുണ്യയുടെ 15ാമത്തെ വർഷത്തെ വാർഷികാഘോഷ പരിപാടിയോടനുബന്ധിച്ചിട്ടുള്ള സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ബിൽഡിങ്ങിനോട് ചേർന്നുള്ള നമുക്ക് ഇപ്പോൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന വീൽ ചെയർ ഉൾപ്പെടെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാനുള്ള സ്ഥലം അപര്യാപ്തമായതുകൊണ്ട് തന്നെ ഈ ബിൽഡിംഗ് നമുക്ക് ഈ വർഷം തന്നെ പണിതുയർത്തണം എന്നുള്ളതുണ്ട്. അപ്പൊ അതിന്റെ ശിലാസ്ഥാപനം റിപ്പോർട്ടർ ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിൻ നിർവഹിക്കും. അതാണ് അന്നത്തെ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം അതിവിപുലമായ അമൃത ചാനലിൽ നിന്നൊക്കെ കോമഡി ഷോയിലൊക്കെ 1ാം സ്ഥാനം നേടിയ മട്ടന്നൂർ ജയപ്രകാശും നെടുമങ്ങാട് ജ്യോതിഷൊക്കെ ചേർന്ന് നടത്തുന്ന കോമഡി ഷോയും ഫിഗർ ഷോയും പിന്നെ വേരിയന്റ് അർജുൻ ഗിന്നസിന്റെ ഷോയും ഒക്കെ ആയിട്ട് ഇതുണ്ട്. ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് തൃശൂർ കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച പ്രസംഗ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രസംഗ മത്സര വിജയികൾക്കാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. മഹാത്മജിയും നമ്മളും എന്ന വിഷയത്തിലാണ് പ്രസംഗ മത്സരം സംഘടിപ്പിച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൃതിക ധനഞ്ജയ് 1ാം സ്ഥാനവും കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സാം മാത്യു വിൽസൺ 2ാം സ്ഥാനവും നേടി. തൃശൂർ സെയിന്റ് ജോസഫ്സ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജെന്നിഫർ സനോജിനാണ് 3ാം സ്ഥാനം. ഹൈസ്കൂൾ വിഭാഗത്തിൽ പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ CU മാളവിക 1ാം സ്ഥാനം നേടി. മറ്റം സെയിന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിലെ ആത്മിക ലിയോൺ, പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ TS ഫാത്തിമ സഹല എന്നിവർ 2ാം സ്ഥാനം പങ്കിട്ടു. തൃശൂർ സെയിന്റ് ജോസഫ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ജന സജീഷ്, ചേലക്കര പങ്ങാരപ്പള്ളി സെയിന്റ് ജോസഫ് ഹൈസ്കൂളിലെ മേഘന സൂസൻ പോൾ എന്നിവർ 3ാം സ്ഥാനവും നേടി. IPRD മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ VR സന്തോഷ് അധ്യക്ഷനായി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PK വേലായുധൻ, കുന്നംകുളം തഹസിൽദാർ രാജേഷ് മാരാത്ത, KB വിനോദ്, P സാജു, PS സുധീഷ് എന്നിവർ സമ്മാനദാന ചടങ്ങിൽ പങ്കെടുത്തു. പെരുവനം തട്ടിൽ കാട വീട്ടിൽ ലോനപ്പൻ മകൻ സ്റ്റീഫൻ നിര്യാതനായി. 52 വയസ്സായിരുന്നു. തായംകുളങ്ങര സെന്ററിലെ ഓട്ടോ ഡ്രൈവറും CPIM ചേർപ്പ് ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്നു. സംസ്കാരം നടത്തി. മിനിയാണ് ഭാര്യ. മാർട്ടിൻ, ഇമ്മാനുവൽ എന്നിവർ മക്കളാണ്. പരേതന്റെ കണ്ണുകൾ അങ്കമാലി ഐ ബാങ്ക് അസോസിയേഷനിലേക്ക് ദാനം ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,495 രൂപ, പവന് 91,960 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് ഭാവി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിരുന്നു വികസന സദസ്സ് നടത്തിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡ് അയൽക്കൂട്ട സംഗമം പടിഞ്ഞാട്ടുമുറിയിൽ നടന്നു. 19 അയൽക്കൂട്ടങ്ങളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. ഷാഫി പറമ്പിൽ MP-യെ പോലീസ് മർദ്ദിച്ചതിനെതിരെ പെരിഞ്ചേരിയിൽ കോൺഗ്രസിന്റെ പന്തം കൊളുത്തി പ്രകടനം. അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.